നമ്മളൊക്കെ ചോദിക്കുക, എന്തിനാ ഇന്ന് യാസീൻ? ഈ മുനിയാസീൻ ഓതിയിട്ട് ഒന്ന് റിസ്ക്കിനും ഒന്ന് ആയുസിനും ഒക്കെ വേണ്ടി എന്തിനാ ദുആ ചെയ്യണം? അത് യാസീനിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്താ വേണ്ട? പണം വേണോ? രോഗം മാറണോ? കച്ചവടം വേണോ? സമ്പത്ത് വേണോ? വീട് വേണോ? മക്കള് നന്നാകണോ? എന്താ നിനക്ക് വേണ്ടത്? നീ അള്ളാഹുവിനോട് ചോദിക്കുക. നബിയേ, ഈ രാത്രിയിൽ നിങ്ങൾ പരിശ്രമിക്കുക. നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഈ ശഅബാനിന്റെ ബറാഅത്തിന്റെ രാവിലെ നിങ്ങൾ പരിശ്രമിക്കുക, നിശ്ചയം. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇതിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശഅബാൻ 15 രാത്രിയിലെ ദുആയിക്ക് ഉത്തരമുണ്ടെന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രാത്രിയുടെ 4 ഭാഗമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. തല ഉയർത്തി നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഒന്നാനാകാശത്തില് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടിരിക്കുകയാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതാ പടച്ചവനെ, ഒന്നാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ മലക്കുകൾ നിന്ന് വിളിച്ചു പറയുകയാ, ഈ രാത്രിയിൽ ആരാണോ റുകൂ ചെയ്യുന്നവര്, ആരാണോ പടച്ചവനെ ഈ ശഅബാൻ 15 രാത്രിയിൽ ആരാണോ റുകൂ ചെയ്യുന്നത്, അവന് സന്തോഷ വാർത്ത പറയുകയാണ്. രണ്ടാമത്തെ കവാടത്തിലെ മലക്ക് വിളിച്ചു പറയുന്നു, ഈ രാത്രിയിൽ ആരാണോ സുജൂദ് ചെയ്യുന്നത്, അവന് സന്തോഷമെന്ന് പറയുകയാ. മൂന്നാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയുകയാ, ശഅബാൻ 15 ബറാഅത്ത് രാവിലെ ഏത് മനുഷ്യനാണോ പ്രാർത്ഥിക്കുന്നത്, ആരാണോ ദുആ ചെയ്യുന്നത്, അവന് സന്തോഷമെന്ന് വിളിച്ചു പറയുകയാ. പടച്ചവനെ, നാലാമത്തെ കവാടത്തിലെ മലക്കുണ്ടല്ലോ, ആ മലക്ക് പറയുകയാ, ഈ ശഅബാനിന്റെ ബറാഅത്ത് രാവിലെ ഏതൊരു മനുഷ്യനാണോ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, അഞ്ചാമത്തെ കവാടത്തിലെ മലക്ക് പറയുകയാ, ആരാണോ ഈ ശഅബാൻ 15 രാത്രിയിൽ അല്ലാഹുവിനെ ഭയക്കുന്നത്, ആരാണോ പടച്ചവനെ ഓർത്തിട്ട് കരയുന്നവന്, അവന് സന്തോഷമെന്ന് പറയുകയാ. ആറാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുണ്ടല്ലോ, അവിടെ വിളിച്ചു പറയുകയാ, ഈ രാത്രി മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാ. ഏഴാമത്തെ കവാടത്തിലെ മലക്കുണ്ടല്ലോ, അവിടെ വിളിച്ചു പറയുകയാ, വല്ലതും ചോദിക്കുന്നവരുണ്ടോ, വല്ല ആവശ്യങ്ങളും ചോദിക്കുന്നവരുണ്ടോ, അതവർക്ക് നൽകപ്പെടുമെന്ന് ഏഴാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ. സ്വർഗത്തിന്റെ 8ാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ, ആരാണോ തൗബ ചെയ്യുന്നത്, ആരാണോ പൊറുക്കലിനെ തേടുന്നത്, അവന് സന്തോഷമെന്ന് മലക്കുകളെ വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. ഒന്നാമത്തെ കവാടത്തില്, രണ്ടാമത്തെ കവാടത്തില് റുകൂ ചെയ്യുന്നവന്, സുജൂദ് ചെയ്യുന്നവന്, പടച്ചവനെ ദിക്ർ പറയുന്നവന്, പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവര്, 8 കവാടങ്ങൾ നിൽക്കുന്ന മലക്കുകള് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, ഈ കവാടം ഏതുവരെയാണ് തുറക്കുക, ഏതുവരെയാണ് ഇത് തുറക്കപ്പെട്ടിരിക്കുന്നത്? ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, നബിയേ, രാത്രിയുടെ ആദ്യം മുതൽ പ്രഭാതം പുലരുന്നത്
പുലരുന്നത് വരെയാ. ഈ കോത്തല്ലാന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ 15 രാവ് മഗ്രിബ് കഴിഞ്ഞത് മുതൽ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ സ്വർഗ കവാടത്തിലെ മലക്കുകൾ വാതിൽ തുറന്നിട്ടുകൊണ്ട് കാത്തു നിൽക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഈ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആണിന്റെ രോമത്തിനനുസരിച്ച് അല്ലാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഓരോ മലക്കും അവിടെ നിന്ന് സന്തോഷ വാർത്ത പറയുകയാ. ഈ രാത്രിയിൽ ആരാ റുക്കൂ ചെയ്യുന്നേ, അവന് സന്തോഷം. ഈ രാത്രിയിൽ ആരാ സുജൂദ് ചെയ്യുന്നത്, അവന് സന്തോഷം. ഈ രാത്രിയിൽ ആരാ ദിക്റ് പറയുന്നത്. ഇങ്ങനെ 8 കവാടങ്ങളിലുമുള്ള മലക്കുകൾ വിളിച്ചു പറയും. ഏതുവരെ? സുബഹി വരെ. ഇന്നത്തെ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ സുബഹി വരെ ഈ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള രാത്രിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഓരോ നിമിഷത്തിനും വല്ലാത്ത വിലയുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നോമ്പ് പിടിക്കാനും നാളെ പകല് നമ്മൾ നോമ്പ് പിടിക്കണം. വലിയ പ്രതിഫലമാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശഅബാൻ പകുതിയിലെ രാത്രിയിൽ അല്ലാഹു റഹ്മത്ത് 1-ാം ആകാശത്തിലേക്ക് ഇറക്കുകയും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ പ്രതിഫലങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശഅബാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തി ഈ പരിശുദ്ധമായ ഈ ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ ഒരു നല്ല രാവ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയോജനമുള്ള ഒരു രാവാക്കി മാറ്റാൻ കഴിയണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാളെ പകല് നോമ്പാ. നമ്മളെല്ലാവരും നാളെ പകല് നോമ്പെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ശഅബാനുൻ ജുന്നത്തും മിനന്നാർ ഫമൻ അറാദ അയ്യുൽ ഖാനി ഫല്യസുമ്മുഹു വലൗ ബിസലാസതി അയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശഅബാൻ നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. ഈ പരിശുദ്ധമായ ശഅബാൻ എന്ന് പറയുന്ന മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ അതിൽ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ് ശഅബാൻ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, ഫമൻ അറാദ അയ്യൽഖാനി, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പെടുത്തു കൊള്ളട്ടെ. അതൊരു 3 ദിവസമാണെങ്കിലും ശരി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ആരെങ്കിലും അവിടെ മുത്തുനബിയെ കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാ. ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടണമെന്ന് കൊതിക്കുന്നവരാ. നബി തങ്ങൾ പറയുന്ന, ആർക്കെങ്കിലും എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്നെ കാണാൻ, എന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഏറ്റവും കുറഞ്ഞതൊരു 3 നോമ്പെങ്കിലും പിടിക്കണമെന്ന്. നബിത്തങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. റമളാനി നോമ്പ് പിടിക്കണ പാട് നമുക്കറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ നോമ്പ് ഇത്തിരി കടുക്കും തോന്നുന്നുണ്ട്. ചൂടിൻ്റെ ആ ഒരു പവർ വെച്ച് നോക്കുമ്പോൾ നല്ലതാ. ഒത്തിരി ഉരുകുന്നൊക്കെ കൊഴുപ്പൊക്കെ പോകണ്ടേ, ഇത്തിരിയൊക്കെ ഉരുകുന്നത് നല്ലതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രാവിലെ പ്രഭാതം മുതൽ 10-14 മണിക്കൂർ നോമ്പ് പിടിക്കുന്നു. ഓരോ രാജ്യങ്ങളിൽ എത്രയോ മണിക്കൂറുകൾ നോമ്പ് പിടിക്കുന്നവരുണ്ട്.
ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെയൊക്കെ അവസ്ഥ, അവിടുത്തെ ചൂടൊക്കെ എന്ത് ചൂടാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചൂടില്ല. ഇവിടുത്തെ ചൂട് എത്ര അതിനകത്ത് നോക്കി അറിയാമല്ലോ. ഇവിടുത്തെ അവസ്ഥകളൊക്കെ 30 അല്ലേ, 32 ചൂടൊന്നുമില്ല. പാലക്കാട് ജില്ലയിൽ നല്ല ചൂടാണ്. തമിഴ്നാട്ടിലൊക്കെ പോയി ഞാൻ ഈ അടുത്താണെങ്കിൽ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഉറങ്ങിപ്പോയി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതിന് പകരം അടുത്ത സ്റ്റോപ്പ് പിന്നെ കോയമ്പത്തൂരേ ഉള്ളൂ. ഉറങ്ങി എഴുന്നേപ്പത്തേക്ക് ട്രെയിൻ വിട്ടു. പിന്നെ ചോദിച്ചപ്പോൾ സംഘാടകർ വിളിക്കാൻ ഗേറ്റിന് വെളി വന്ന് നിൽക്കാം. അവസാനം ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ ട്രെയിൻ വിട്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി കോയമ്പത്തൂരേ സ്റ്റോപ്പുള്ളൂ. ഞാൻ ചോദിച്ച് തിരിച്ചു വരാൻ വല്ല ട്രെയിനുണ്ട്? TTR പറഞ്ഞു ഇനി 6 മണിക്ക് എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടെന്ന്. അതിങ്ങ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 9 മണിയാവും. 6 മണിക്ക് ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനേ ഉള്ളൂ, വേറൊരു വഴിയില്ല. അദ്ദേഹം പറഞ്ഞു എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ ഇറങ്ങിക്കൊള്ളാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് കണ്ടു. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ സ്ലോവായി പോയി ഒരു സ്ഥലത്ത് നിർത്തി. രണ്ടും കൽപ്പിച്ചിറങ്ങി. കൽപ്പിച്ചിറങ്ങിയിട്ട് 2 ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാട് മാത്രമേ കാണുന്നുള്ളൂ, ഇറങ്ങാനുള്ള വഴി പോലും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ആ റെയിൽപാളത്തിൽ കൂടെ ഞാൻ 2 കിലോമീറ്റർ ആ നട്ടുച്ച സമയത്ത് നടന്നു. 2 കിലോമീറ്ററോളം നടന്ന് വരുമ്പോൾ ആ റെയിൽവേ ക്രോസ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് വണ്ടി കയറി സംഘാടകർ. പക്ഷെ അന്ന് വൈകുന്നേര സമയമായപ്പോൾ കൈയുടെ തൊലിക്കകത്ത് ചെറിയൊരു ചൂടൽ, ഇവിടെ കൈ പൊള്ളുമ്പോൾ ഒരു പുകച്ചിലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോൾ പരലോകത്തെ കുറിച്ച് അപ്പോഴാ ചിന്തിച്ചു പോയെ. അള്ളാഹു നമ്മുടെയൊക്കെ പരലോകം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇത്തിരി ചൂടും പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ തിരിയുക. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വന്നവരൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം എന്നപ്പം ഇതൊന്നും ഇടാത്തത് കൊണ്ട് വല്ലാത്ത ചൂട്. അകത്തിട്ടിരുന്ന ബനിയും വരെ നല്ലതുപോലെ. ഞാൻ ഷാജൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. കാരണം ഇത് ഇടാൻ പറ്റാത്തതിന് കഴിച്ചായിട്ട് ചെറുപ്പത്തേക്ക് എല്ലാം കത്തിപ്പോയി. അപ്പൊ അത്രയും നമ്മുടെ ശരീരമില്ല വല്ലാതെ വിയർക്കുന്നുണ്ട്. ഒന്നോർത്ത അത് നല്ലതാണ്. ആ ഒരു അവസ്ഥ കാണുമ്പോഴെങ്കിലും പൈസ ആരെങ്കിലൊക്കെ തന്ന് സഹായിച്ചാലോ ഒന്ന് അകത്തേക്ക് കയറാൻ. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ തന്നെ പള്ളിയുടെ കാര്യവുമായി 2-3 വീടുകളിലേക്ക് കടന്നിരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് ബറാത്തിന്റെ രാവായതുകൊണ്ട് അതിന്റെ ബർക്കത്തുണ്ടായിരുന്നു. ബറാത്തിന്റെ രാവായതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ വീട്ടിൽ പോകുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പോയി കണ്ടവരൊക്കെ അൽഹംദുലില്ലാ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് തരാമെന്ന് പറയുന്നൊരു നല്ല മനസ്സ് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്നവർ അൽഹംദുലില്ലാ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ട്. അൽഹംദുലില്ലാ, അവരൊക്കെ ചിന്തിക്കും പടച്ചോനെ എത്ര കാലമായി പള്ളിയുടെ പിരിവ് എന്ന് പറഞ്ഞിട്ട് പിരിക്കണുണ്ടല്ലോ, ഇതൊക്കെ എന്തേ എന്ന് കാണണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അൽഹംദുലില്ലാ, എന്തായാലും നിങ്ങൾ അമാനത്തായി നൽകുന്ന, സത്യം പറഞ്ഞാൽ അത്ഭുതമുണ്ട്. ഉള്ളാളം മക്കാമിൽ വയലിന് പോകുമ്പോൾ ഒരാളിൻ്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടു തന്നു. ഉസ്താദ്, ഇത് പായിപ്പാട് പള്ളിക്കുള്ളതാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് പായിപ്പാടെന്ന് തന്നെ പറയാനറിയില്ല. പായിപ്പാട് എവിടാന്നറിയില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞു തന്നു ഒരു പൊതി. സത്യം പറഞ്ഞാൽ ആ പൊതി അന്നെടുത്ത് വെച്ചതാ, ഇന്നാണ് തുറന്നു നോക്കിയത്. അന്നെടുത്ത് വെച്ചിരുന്ന പൊതി ഇന്ന് തുറന്നു നോക്കുമ്പോ 16,200 രൂപയാണ് അന്ന് ആ പൊതിക്കകത്തുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി അൽഹംദുലില്ലാ നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 3 നോമ്പ് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഈ ഷഅബാനിൽ? ഒന്ന് ചിന്തിച്ച്, ഒരെണ്ണെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഒരു നോമ്പെങ്കിലും ചിന്തിക്കേണ്ടത്. എന്തായാലും നാളെ ഒരു നോമ്പ് പിടിക്കാനുള്ള അവസരമുണ്ട്, പിടിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളെ തെളിവ് ചോദിക്കാൻ, തെളിവാണ് എല്ലാത്തിനും വേണ്ടത്. അവസാനം ചോദിച്ചു പണ്ടൊരു ചങ്ങാതി തെളിവ് ചോദിച്ചതാ, ഇന്ന് ആ ചങ്ങാതിയെ കാണാനില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് തെളിവ് ചോദിക്കല്ല, ഞാൻ നല്ലതല്ലടോ. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. അതെവിടെ ഉണ്ട്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് നല്ലതല്ല. അതിന് ഉദാഹരണം പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി. മൂസാ നബി അലൈഹിസ്സലാമാണെന്ന് തോന്നുന്നു. ഏതൊരു പ്രവാചകൻ തന്റെ സമുദായത്തിനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ, ഒരു പശുവിനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞു. ഏതോ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ പ്രവാചകൻ അവിടെ, ഇബ്രാഹിം നബിയും മൂസാ നബിയുടെ ചരിത്രമാണ്, മൂസാ നബിയാണെന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, തന്റെ സമുദായത്തോട് പറഞ്ഞൊരു പശുവിനെ അറുത്തു കൊടുക്കാൻ. അപ്പൊ ഇവരെന്ത് ചെയ്തു? അല്ലാഹ് പറഞ്ഞ അറുത്തു കൊടുക്കാൻ. അപ്പൊ ഇവര് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി.
എങ്ങനത്തെ പശുവിനെ അറുത്തു കൊടുക്കണം? അത് ചോദിക്കാൻ പാടില്ല സത്യത്തിൽ. അള്ളാഹു അറക്കാൻ പറഞ്ഞ അറക്കണോ, അത്രയല്ലേ ഉള്ളൂ. കൊടുക്കാൻ പറഞ്ഞോ കൊടുക്കാം. ഇവരെന്ത് ചെയ്തു? ഏതിനറുത്തു കൊടുക്കണം, എങ്ങനെയുള്ളത് അറുത്തു കൊടുക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ പറഞ്ഞു. ലോകത്ത് കിട്ടാത്ത അടയാളങ്ങൾ പറഞ്ഞു. ലോകത്ത് കിട്ടാത്ത ഇന്ന നിറമുള്ളതായിരിക്കണം, ഇങ്ങനെയുള്ളതായിരിക്കണം, കാട്ടിൽ വളർന്നതായിരിക്കണം, ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ചരിത്രം പറയുകയാ, അതിന്റെ രോമത്തിനനുസരിച്ച് തോലിന്റെ അളവനുസരിച്ച് എങ്ങാണ്ട് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവസാനം വെടിച്ചുകൊണ്ട് വന്നേ. കൂടുതൽ ചോദ്യങ്ങൾ നല്ലതല്ല. നാം ഒരിക്കലും ഹദീസുകളും നല്ല കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് നന്മയാണ് എന്ന് കരുതിയിട്ട് ചെയ്യുവാനുള്ള മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശഅബാനിൽ നോമ്പ് പിടിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അടിമയായ ലുഉലുഅത്ത് പറയുന്നു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു റമളാനിന് നോമ്പിന് ഒരുങ്ങുന്നത് പോലെ ശഅബാൻ നോമ്പിനും ഒരുങ്ങാറുണ്ടായിരുന്നു. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോൾ ആ മാസത്തിൽ എങ്ങനെയാണോ ഒരുങ്ങേണ്ടത് അതുപോലെ തന്നെ ശഅബാനിലെ നോമ്പിനും ഒരുങ്ങും. ശഅബാൻ മാസത്തിലെ നോമ്പിന് വേണ്ടി എവിടെ നിന്ന് തയ്യാറെടുപ്പ് നടത്തുമെന്ന് മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശഅബാനിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ റഅയ്തു സ്വാമ ഫീ ശഹ്രിൻ അക്സറ മിൻ സിയാമിഹി ഫീ ശഅബാൻ. നബിത്തങ്ങൾ ശഅബാനിൽ നോമ്പ് പിടിക്കും. അത്രയ്ക്കും വേറെ ഒരു മാസം റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, അതിന് പ്രാധാന്യം കൊടുത്ത ഒരു മാസം ശഅബാൻ മാസമാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റജബിൽ നോമ്പെടുക്കുന്ന ചില ആളുകളെ കുറിച്ച് നബിയോട് പറയപ്പെട്ടപ്പോൾ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ മറുപടി, അവർ ശഅബാനിനെ നോമ്പിനെ തൊട്ട് എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാസത്തിലും അവർ നോമ്പ് പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിൽ മാത്രമല്ല, ശഅബാനിലും നോമ്പ് പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാനിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പകല് നോമ്പ് പിടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ശഅബാനിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്താൽ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്താൽ അവന്റെ ശരീരത്തിന് അല്ലാഹു നരകം ഹറാമാക്കുന്നതാ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകം അവന്റെ ശരീരത്തിന് അല്ലാഹു ഹറാമാക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ആരുടെ കൂട്ടുകാരനായിരിക്കുമെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തില് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരനായിരിക്കും. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബിയുടെയും പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ എന്ന് പറയുന്ന മാസത്തിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ ഹവ്വലല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത് വദഫഅ അൻഹു ളുൽമത്തൽ ഖബ്ർ വഹുവ മുൻകറൻ വനകീർ വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ചാൽ ആ
ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ. ഇനിയെങ്കിലും ചിന്തിക്ക് സഹോദര, ഇനിയെങ്കിലും നീയൊന്ന് തീരുമാനിക്ക്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം, നരകത്തിന് അവന്റെ ശരീരം ഹറാമാണ്, നരകത്തിന്റെ തീയവനെ തൊടൂല, നരകത്തിന്റെ തീയവനെ തൊടൂല. രണ്ട്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂടെ സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂട്ടുകാരാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത നബിയാണല്ലോ. ആ അയ്യൂബ് നബിയുടെയും ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാം, അവരുടെ പ്രതിഫലം അല്ലാഹു അവന് നൽകുകയാണ്, അല്ലാഹു അവന് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്, എന്റെ പ്രിയപ്പെട്ടവര്, ഒരു നോമ്പല്ല 3 നോമ്പല്ല, നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പ് പിടിച്ചാൽ അല്ലാഹു പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്. അല്ലാഹു നിന്റെ മരണമുണ്ടല്ലോ, നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്, നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാണ്, നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പ് പിടിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅബാൻ ആദരിക്കുന്നതിലൂടെ ഈ മരണത്തിന് നിശ്ചയിക്കുന്ന രാത്രിയാണല്ലോ, അസ്റായിലിന്റെ കയ്യിലേക്ക് പേര് കൊടുക്കുന്ന രാത്രിയാണല്ലോ. ആ രാത്രിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് ശഅബാനിൽ നോമ്പ് പിടിച്ചാൽ അല്ലാഹു അവന്റെ മരണം എളുപ്പമാക്കുകയാ. അവന്റെ ഖബറിന്റെ ഇരുളുണ്ടല്ലോ, അവന്റെ ഖബറിന്റെ ഞെരുക്കമുണ്ടല്ലോ, അവന്റെ ഖബറിൽ അദാബുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, അവന്റെ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുകയാ. മുൻകറും വനകീർ, അവര് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ വരുന്ന മലക്കുകളുടെ ചോദ്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ, എത്ര പഠിച്ചു വെച്ചാലും പറയാൻ കഴിയില്ലല്ലോ. ആ മലക്കുകളുടെ ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ നിനക്ക് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാനിലെ നോമ്പ് കൊണ്ട് നിനക്കതിന് കഴിയുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ ഒരാളും വസ്ത്രം ധരിക്കാതെ നഗ്നരായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. മാതാപിതാക്കൾ പ്രസവിച്ചിട്ടതുപോലെ എഴുന്നേറ്റ് വരിക. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം, ഇത് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, നോക്കത്തില്ലേ ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് കാണില്ലേ? നബി തങ്ങൾ പറഞ്ഞതില്ല എന്നാ. ഒരാൾക്കും അന്ന് തല ഉയർത്തി മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കാൻ കഴിയില്ല, അത്രയും ഭയം, അതിനുള്ള ധൈര്യമില്ലാത്ത ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നവരുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചവൻ ഔറത്ത് മറച്ചവനായി നാളെ പരലോകത്ത് വരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നാളെ അതാണ് നമുക്ക് അല്ലാഹു തരുന്ന ഒരു ശ്രേഷ്ഠത, ഔറത്ത് മറച്ചുകൊണ്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരാം. എന്തിന്റെ പേരിൽ? ഈ മാസത്തെ ആദരിച്ചതിന്റെ പേരിൽ, ഈ മാസത്തെ ബഹുമാനിച്ചതിന്റെ പേരിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, ഇത് എന്റെ മാസം, ഈ മാസത്തെ ആദരിക്കുന്നവർ
ബഹുമാനിക്കുന്നവർ നാളെ പരലോകത്ത് വരുമ്പോ ഒരു പ്രയാസവും പേടിക്കണ്ട, അവർ യാതൊരു ഭയവും വേണ്ട. ഞാൻ അവരെ കാത്തു നിൽക്കും, നാളെ പരലോകത്ത് ഞാൻ അവരെ കാത്തു നിൽക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രാവ് നമുക്ക് എത്ര നന്മകൾ ചെയ്യാൻ കഴിയുമോ, അള്ളാഹുവിലേക്ക് എത്ര നന്മകൾ ചെയ്തുകൊണ്ട് അടുക്കാൻ കഴിയുമോ, അത്രയും നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏ മുത്തി നബിയേ, ഈ രാത്രിയിൽ നിങ്ങൾ പരിശ്രമിക്കുക. നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഈ ശഅബാനിന്റെ ബറാഅത്തിന്റെ രാവിലെ നിങ്ങൾ പരിശ്രമിക്കുക, നിശ്ചയം. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇതിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് നബിയിന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശഅബാൻ 15 രാത്രിയിലെ ദുആയിക്ക് ഉത്തരമുണ്ടെന്നാണ്. നിനക്ക് എന്താ വേണ്ട? പണം വേണോ? രോഗം മാറണോ? കച്ചവടം വേണോ? സമ്പത്ത് വേണോ? വീട് വേണോ? മക്കള് നന്നാകണോ? എന്താ നിനക്ക് വേണ്ടത്? നീ അള്ളാഹുവിനോട് ചോദിക്കുക. എല്ലാവരും മഗ്രിബ് കഴിഞ്ഞ് സലീം ഉസ്താദ് യാസീനിന്റെ മഹത്വമൊക്കെ പറഞ്ഞു. ആരാ ഓതിയെ? എത്ര പേര് ഓതിയിട്ടുണ്ട്? നമ്മളൊക്കെ ചോദിക്കുക, എന്തിനാ ഇന്ന് മാത്രം ഒരു 3 യാസീൻ? ഈ 3 യാസീൻ ഓതിയിട്ട് 1 റിസ്ക്കിനും 1 ആയുസിനും ഒക്കെ വേണ്ടി എന്തിനാ ദുആ ചെയ്യണം? അത് യാസീനിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ഒരു മനുഷ്യൻ യാസീൻ ഓതുന്നത്? എടോ, ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ ഒരു മനുഷ്യൻ യാസീൻ ഓതുന്നത്, അള്ളാഹു അതവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് പറഞ്ഞു. സല്ലല്ലാഹു അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇജ്തഹിദ് ഫീ ഹാദിഹി ലൈല ഫഇന്ന ഫീഹാ തുഖ്ലൽ ഹവായിജ. നിനക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യമുള്ളതിൽ നിന്ന് ലഭിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു രാവ് നമുക്കറിയാം. യാസീൻ ഓതുന്നു. എന്തിനാണ് യാസീൻ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മഹത്തുക്കൾ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുവാൻ, ബറാഅത്തോടുകൂടി ഭക്ഷണം, അവിടുന്ന് ബറക്കത്തോടു കൂടിയുള്ള ഭക്ഷണ വിശാലത ലഭിക്കുവാൻ, വിജയികളിൽ ഉൾപ്പെടുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയാണ് യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇന്നത്തെ രാത്രി ഇബാദത്തുകൾ ചെയ്യുവാനുള്ള രാത്രിയാണ്. ഒരുപാട് നന്മകൾ വഴുതൊന്നുമല്ല, ക്ലാസ് ഒന്നുമല്ല. നമുക്ക് എത്ര ദിക്റുകൾ പറയാൻ പറ്റും. ഇന്നിവിടെ ഇരുന്നൊരു യാസീൻ ഓതണം, ഇവിടെ ഇരുന്നുകൊണ്ട് യാസീൻ ഓതണം. അൽഹംദുലില്ലാ, കുറച്ച് ഇസ്തിഗ്ഫാറുകൾ പറയണം. എന്നിട്ട് അൽഹംദുലില്ലാ 10-400ഓളം ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ആ ഖത്തം അല്ലാഹുവേ എവിടെ നിന്ന് വഴങ്ങി ദുആ ചെയ്ത് ഖത്തമിന്റെ ദുആ ചെയ്ത് നമുക്ക് പിരിയണം. നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് പേർ, അല്ലാഹുവിന്റെ പള്ളിയുടെ പണി നടക്കുന്നു എന്ന് കേട്ടപ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വെറും കേട്ടറിവ് മാത്രമുള്ള ഈ പള്ളിക്ക് വേണ്ടി അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് ഒരല്പമെങ്കിലും അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള മജ്ലിസുകളിലെ ദുആയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അവിടെ നിന്ന് പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പുണ്യമായ രാവിലാണ് ഞാനും നിങ്ങളുമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ യുറദ്ദുൽ ഖളാ ഇല്ല ദുആ വലാ യസീദുൽ ഉംറ ഇല്ലൽ ബിർറു. പ്രിയപ്പെട്ടവരെ, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ, നല്ല കാര്യങ്ങൾ
ദുആകൾ ചെയ്യുന്നവരുണ്ടല്ലോ, ഈ മജ്‌ലിസിൽ പൈസ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. പ്രാർത്ഥനയല്ലാതെ ദുആയല്ലാതെ അല്ലാഹുവിന്റെ ഖദാഇനെ തട്ടിക്കളയുകയില്ല. അല്ലാഹുവിന്റെ തീരുമാനത്തിനെ തട്ടിക്കളയാൻ ദുആയിക്കല്ലാതെ കഴിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ വിളിച്ചു, ഉസ്താദേ 1.5 വയസ്സുണ്ട് ആ കുട്ടിക്ക്. ഞാൻ എപ്പോഴും പോകുമ്പോൾ കാണുന്നൊരു വീട്ടിലെയാ. ഉസ്താദേ 1.5 വയസ്സുണ്ട്, 1 മാസമായിട്ട് പനി മാറുന്നില്ല, 1 മാസമായിട്ട് പനി മാറുന്നില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായ. കാരണം എൻ്റെ കുഞ്ഞിനും പനിയായിരുന്ന സമയത്ത് നിരന്തരമായി പനി മാറാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ നട്ടെല്ലിൽ നിന്ന് എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അയക്കണമെന്ന്. അപ്പോൾ 1 മാസക്കാലമായി കുഞ്ഞിന് പനി മാറുന്നില്ല. ഇന്നലെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നിക്ക് ക്യാൻസറാ. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഒന്ന് അനച്ച് 1.5 വയസ്സുള്ളൊരു കുട്ടി, 1.5 വയസ്സുള്ള ഒരു കുട്ടിയാണ്, കിഡ്നിക്ക് ക്യാൻസറാണ്. ക്യാൻസർ അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നാളെ MRI സ്കാനിങ്ങിന് കയറ്റ 1.5 വയസ്സുള്ള കുട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് കർണാടകയിൽ കുഞ്ചിലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉറൂസ്. ഞാനിങ്ങനെ പോകുമ്പോൾ അങ്ങനെ വണ്ടി കയറി പോയപ്പോൾ ഒരു ഹോട്ടലുണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. ആ ചുരമെല്ലാം കയറി മുകളിൽ പോയപ്പോൾ ഒരു ഹോട്ടലുണ്ട്. അവിടെ കയറി ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സിറാജ് ഉസ്താദ് അല്ലേ? അപ്പം ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, എൻ്റെ കിഡ്നി മാറ്റി വെച്ചതാണ്. ആദ്യം കിഡ്നി ഫെയിലായിട്ട് ഒരു കിഡ്നി മാറ്റി വെച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ അത് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നി മാറ്റി വെച്ചു, 10 വർഷമായപ്പോൾ അത് പോയി. രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ മാറ്റി വെച്ചു, അതും 10 കൊല്ലമായപ്പോൾ പോയി. 10 വർഷക്കാലമാണ് ആദ്യത്തെ കിഡ്നി ഇരുന്നത്, അത് മാറ്റിക്കഴിഞ്ഞു. രണ്ടാമത് അടുത്തത് ലക്ഷങ്ങൾ കൊടുത്തു വെച്ചു, അതും 10 കൊല്ലത്തിനകത്ത്. അദ്ദേഹം പറയുന്നു, ഇപ്പൊ അൽഹംദുലില്ലാ 5 കൊല്ലമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞെന്ന് മാറ്റിവെക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എനിക്കിനിയും വയ്യ, എൻ്റെ ശരീരം അറുത്തു മുറിക്കാൻ. അപ്പൊ അദ്ദേഹവും പറയുന്നത്, തൻ്റെ ഫാമിലിയായിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് വരിക. അദ്ദേഹം വണ്ടി കൂടിച്ച് പോയിട്ട് വരിക. അപ്പോഴദ്ദേഹം പറയുന്നു, ദുആ, നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന ഈ ദുആ, ആ ദുആയ്ക്ക് വലിയ മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അള്ളാന്റെ തീരുമാനങ്ങളെ പലരും പടച്ചവനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് സ്കാൻ ചെയ്തിട്ടു, അടുത്ത സ്കാനിങ്ങിൽ വേണ്ട കളയണം, അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വിളിച്ചു പറയുന്നു, ഉസ്താദേ അൽഹംദുലില്ലാ റാഹത്തായി. ആ മജ്‌ലിസിലെ ദുആ അല്ല, നമ്മുടെ പവറല്ല. ആ മജ്‌ലിസിലെ ദുആ എന്ന് എത്രയോ പേർ കഴിഞ്ഞ വെള്ളിയാഴ്ചയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളതിന്റെ മഹത്വം ഇവിടെ പറഞ്ഞു വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ഖദാഇനെ, തീരുമാനത്തിനെ തട്ടിമാറ്റാൻ കഴിയും. എന്തുകൊണ്ട്? ദുആ കൊണ്ട് കഴിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കണമെങ്കിൽ, ആയുസ് നീട്ടിക്കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നന്മകൾ ചെയ്യണം. നന്മകൾ ചെയ്യുന്നതിലൂടെ അല്ലാതെ ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മകൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിക്കുക, വ്യഭിചരിക്കുക, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരുടെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. അതാ ചിലരൊക്കെ നേരത്തെ പോകണേ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞോ. ചിലപ്പോൾ അടുത്ത വർഷം ഇതിലുണ്ടാകാൻ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ രാത്രി നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ നാളത്തെ നോമ്പ് പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ബുദ്ധിയുള്ളവരല്ലേ, നേരെ ഇരുന്നല്ലേ? ഉറക്കം വരുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ ദിനം എന്താ? അടുത്ത 1 വർഷക്കാലത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണ്, നിന്റെ റിസ്ക്. അപ്പൊ ഓരോ കാര്യങ്ങളും അല്ലാഹു തീരുമാനിക്കുന്ന രാത്രി, മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രി. അപ്പൊ ഈ രാത്രിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യുവാനും നാളെ നോമ്പ് പിടിക്കുവാനും നമുക്ക് അവസരമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 കൊല്ലം കൂടെ നമുക്ക് ആയുസ് അല്ലാഹു തരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
ആയുസ് പകുതി ഉള്ളവനെ റിസ്ക് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അത്രയും മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തട്ടിമാറ്റാൻ കഴിയൂ. അതുകൊണ്ട് നീ ആത്മാർത്ഥമായി ദുആ ചെയ്യ്. എന്നിട്ട് പ്രവാചകം പറയുന്നു, നിന്റെ ആയുസ്സിനെ നീ വർദ്ധിപ്പിക്കണം നന്മ ചെയ്തുകൊണ്ട്. ഏതൊക്കെ നന്മകൾ ചെയ്തുകൊണ്ടാണ് നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്, അങ്ങനെ നീ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസ്സദഖത്തു തുത്ഫഉ ഖളബ റബ്ബി വതദഫഉ മീതതസൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, അടുത്ത ഒരു വർഷക്കാലത്തെ ബഡ്ജറ്റ് പടച്ച റബ്ബ് പ്രഖ്യാപിക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ, ആ രക്ഷപ്പെടാനുള്ള വഴി സദക്ക ചെയ്യലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ധർമ്മം ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുകയാ, അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊണ്ട് കഴിയുമെന്ന് മുത്തുനബി എവിടെന്ന് പഠിപ്പിക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി കല്ല് വാങ്ങുന്നതിന് വേണ്ടി പൈസ കൊടുത്തവരുണ്ടല്ലോ, സിമന്റ് വാങ്ങുന്നതിന് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കോപത്തെ തണുപ്പിക്കുകയാ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പടച്ച റബ്ബിന്റെ സ്നേഹം കിട്ടാനുള്ള വഴി നോക്കുകയാണ്, പടച്ച റബ്ബിന്റെ സ്നേഹം നേടാനുള്ള വഴികൾ നോക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തവരുണ്ടല്ലോ, സഹായിച്ചവരുണ്ടല്ലോ. അല്ലാഹുവേ, നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, രോഗികൾക്ക് കൊടുക്കുന്നവർ, യതീമീങ്ങൾക്ക് കൊടുക്കുന്നവർ, പാവങ്ങളെ സഹായിക്കുന്നവർ, പള്ളികൾക്കും മദ്രസകൾക്കും കൊടുക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ കോപത്തെയാണ് തണുപ്പിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എന്തിനാ പള്ളിക്ക് കൊടുക്കുന്നത്? ഇത് കൊടുത്തിട്ട് എനിക്കെന്ത് പ്രയോജനമാണ്, എന്ത് നേട്ടമാണ്? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്തിൽ നിന്ന് അല്പം പള്ളിക്ക് കൊടുത്താൽ, പാപങ്ങൾക്ക് കൊടുത്താൽ, പടച്ചവനെ എനിക്കെന്താണ് നേട്ടമെന്ന് ചോദിക്കുന്നവരോട്, പണക്കാരുണ്ടല്ലോ, സമ്പന്നന്മാരുണ്ടല്ലോ, അവന് കൊടുക്കട്ടെ, പാവപ്പെട്ടവനായ ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, നിനക്കറിയുമോ സദഖ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നുവരെ കാണാത്ത പായിപ്പാട് പള്ളിക്ക് വേണ്ടി സദഖ നൽകിയവര് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കോപം അങ്ങ് തണുക്കുകയാണ്. നിന്നെയും കുടുംബത്തെയും അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്, നിന്നെയും കുടുംബത്തെയും അല്ലാഹു സ്നേഹിക്കുകയാണ്. അല്ലാഹുവിന്റെ കരുണ നിന്റെ കുടുംബത്തിലേക്ക് ലഭിക്കുകയാണ്. റഹ്മത്തിന്റെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? പേടിക്കണം മനുഷ്യ, മോശമായ മരണമുണ്ടല്ലോ, ദുർമരണങ്ങളുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്ന മരണമുണ്ടല്ലോ. പടച്ചവനെ, സദഖ കൊടുക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹു തന്ന ആയുസ്, അല്ലാഹു തന്ന ജീവിതം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയടിക്ക് അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ. ജീവിതം മടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാതെ പേടിക്കണം, നമ്മൾ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സദഖ ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, നന്മ പടച്ചവനെ
സദഖ കൊടുക്കുന്ന മനുഷ്യന് അല്ലാഹു ദുർമരണങ്ങളിൽ നിന്ന് രക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് നേട്ടം: ഒന്ന്, അല്ലാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ കോപത്തെ തണുപ്പിക്കാൻ കഴിയും. രണ്ട്, മോശമായ മരണം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ഭയപ്പെടണം, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവരെ, നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുർമരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നന്മകളാണ് നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.